ഇവിടെ എപ്പോഴും വരാറുണ്ടോ? മുമ്പ് സ്ഥിരമായിരുന്നു. എനിക്ക് ഇവിടുത്തെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വന്നിട്ട് കുറച്ചായി. എന്തുപറ്റി? ഒരു അഫെയർ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പായി. ഞാൻ രാജേഷ് എന്നാ പേരും. നമ്മൾ ഹൈസ്കൂൾ മുതൽ ഒരുമിച്ചുണ്ട്. പിന്നെ രാജേഷിനൊരു സംശയം, ഞാൻ അവനെക്കാട്ടി ഒരുപാട് വളർന്നു അത്. അതിപ്പോൾ ഒരു ചെറിയ സംശയമല്ലല്ലോ. അപ്പം അതുപോലെ കേക്കൊക്കെ ഓർഡർ ചെയ്തോടെ ഇരിക്കുകയായിരുന്നു. ആ സംസാരിച്ചു തുടങ്ങി എൻ്റെ മൂടും പോയി. അവന് US പോകണം, അവിടെ സെറ്റിൽ ആവണം, എന്നെ നൈസായിട്ട് ഒഴിവാക്കണം. എന്നിട്ട് എന്ത്, ഞാൻ കേക്ക് പാർസൽ ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് കഴിക്കുന്നതൊക്കെ മോശമല്ലേ? മാഷിനുണ്ടോ ഇതുപോലത്തെ കഥകളൊക്കെ? മാഷി കേക്ക് ഇഷ്ടപ്പെട്ടോ? കേക്ക് നന്നായിരുന്നു കേട്ടോ. ആണോ? ഞാൻ പറയാൻ വിട്ടുപോയി. എനിക്ക് പിന്നെ ഒന്നുകൂടി പോവാം, അവിടുത്തെ വേറെ ഐറ്റംസ് ട്രൈ ചെയ്യാലോ. എനിക്ക് അടുത്ത സെക്കൻഡ് സാറ്റർഡേ പോവാം. ആകുമ്പോൾ ഞാൻ ഫുൾ ഫ്രീ ആണ്. അടുത്ത സെക്കൻഡ് സാറ്റർഡേ ഞാൻ കൊച്ചിയിലായിരിക്കും. ഇവിടെ ബിനാലയിൽ ചെറിയൊരു വോളണ്ടിയറിങ് പരിപാടി. മാഷ് ബിനാലെ പോയിട്ടുണ്ടോ? ഞങ്ങളുടെ സെന്റർ ഉണ്ടല്ലോ കാലടി, അവിടെ പോയപ്പോൾ ഞാൻ ലുലു മോളിൽ പോയിട്ടുണ്ട്. ലുലു മോള് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. മാഷ് ഒരു കാര്യം ചെയ്യ്, ഇപ്രാവശ്യം ബിനാലേക്ക് ഇറങ്ങുക. ഞാനും കുറച്ച് ഫ്രണ്ട്സും ഉണ്ടാവും, ഒരു 3-4 ദിവസം ഉണ്ടാവും. മാഷ് അതാകുമ്പോൾ കൊച്ചിയും കാണാം, കൂട്ടത്തിൽ ബിനാലെയും കാണാം. ബിനാലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവോ എന്തെങ്കിലും? മാഷ് ഒരു കാര്യം ചെയ്യും, വന്നു നോക്ക്. ആ നിൽക്കുന്നതിൻ്റെ അനിയനാണ്. ഏതാ? നമ്മളെ കാണുകയും ചെയ്തു. കണ്ടപ്പോ എന്താ പ്രശ്നം? ഒന്നുമില്ല, നാം വീട്ടിൽ പോയിട്ട് അതും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. എങ്കിൽ പിന്നെ നമുക്ക് തന്നെ പറയാം. എന്ത് പറയാൻ? ചിന്നു വേണ്ട. പിങ്ക് അല്ലേ? അതെ. ഹായ് കമൽ. ഹായ്. ശ്രീനിയുടെ ബ്രദർ അല്ലേ? അതെ. ഞാൻ ചിന്നു. ശ്രീനിയുടെ ഫ്രണ്ടാണ്. ഓ ആണോ? ഓ. അപ്പോൾ ശരി, പോടെ. ശ്രീനി, ഇത് രവി പറഞ്ഞ കുട്ടിയല്ലേ? ഞാൻ കാലടിയിൽ പോയപ്പോൾ ഞാൻ ബിനാലെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ കാലടി സെൻറ്ററിൽ പോയപ്പോൾ ഞാൻ ബിനാലെ കാണാൻ പോയി. അവിടെ നോക്കിയപ്പോൾ കുട്ടിയുണ്ട്, ഫോട്ടോ എടുത്തു. ഞങ്ങൾ ഫ്രണ്ട്സാണ്. നല്ല രസമുണ്ട്. സാർ ഗുഡ് മോർണിംഗ് സർ. സാറ് ബിനാലെ എങ്ങനെ ഉണ്ടായിരുന്നു? നെക്സ്റ്റ് സൺഡേ ഞങ്ങൾ കുറച്ച് പേര് പോകുന്നുണ്ട്. എങ്ങനെ അറിയാം? ഫേസ്ബുക്കിൽ. ഗുഡ് മോർണിംഗ് സർ. മാഷെ ബിനാലേക്കൊക്കെ പോയല്ലോ, പോകുമ്പോൾ നമ്മളോടും കൂടെ ഒക്കെ പറഞ്ഞൂടെ? അല്ല, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോയൊന്നുമല്ല. FB-ലൊക്കെ നല്ല ലൈക്കാണല്ലോ. കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാരാ? പെരുങ്ങണ്ട ചെല്ല്.
ഹലോ മാഷേ. ആ ചിന്നു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാഷെ എന്താണ്, ലീവാണോ? ഞാൻ ക്യാമ്പസിൽ തന്നെയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. ബിനാലെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ? നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ താഴെ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആണോ? ഞാൻ ഇന്ന് ഇവിടെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നോക്കാൻ പറ്റിയില്ല. അതല്ല ചിന്നു, കുറച്ച് വളരെ മോശപ്പെട്ട തരത്തിൽ കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾ. ആണോ? എനിക്ക് മനസ്സിലായില്ല. എന്ത് മോശം കമൻസാ മാഷേ? അല്ല, ചിന്നുവിൻ്റെ തടീനെ കുറിച്ചിട്ടും എന്നെ കുറിച്ചിട്ടും അങ്ങനെ കുറേ മോശപ്പെട്ട കമൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാമ്പസിലെ കുട്ടികളൊക്കെ അത് കണ്ടിട്ടുണ്ടെന്നുള്ളതേ. ഈ മാഷെ, എഫ് ബിയിൽ നമ്മൾ ഇതൊക്കെ സ്ഥിരമായിട്ട് അനുഭവിക്കാറുള്ളത് തന്നെയല്ലേ? ചിലർ ചിരിക്കുന്നതന്നെ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടാ. അല്ല, അതല്ല ചിന്നു, ഞാനൊരു കോളേജ് അധ്യാപകനൊക്കെ എഴുതുകൊണ്ടട്ടെ, അതിൻ്റെ ചെറിയ നമുക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത കുഴപ്പമുണ്ടോ? ആ ഫോട്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്യണം മാഷെ. മറ്റുള്ളവരുടെ വിവരമില്ലായ്മയ്ക്ക് നമ്മൾ പരിഹാരം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? എന്ത് കുഴപ്പം മാഷെ? അവർക്ക് മടുക്കുമ്പോൾ അവരങ്ങ് നിർത്തിയിട്ട് പൊക്കോളും. അപ്പോൾ ശരി. ശരി മാഷെ. അപ്പം ഓക്കെ.